തീയതി വീട്ടിന്റെ അടുത്തുള്ള പാർക്കിൽ കളിച്ചോണ്ടിരുന്ന മധു എന്ന 8 വയസ്സുള്ള കുട്ടിയെ കാണാനില്ലെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ രാത്രി ഒരു 7 മണിക്ക് വന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നു സാർ. അന്വേഷിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന CCTV ഫുട്ടേജ് എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെട്ടിരുന്നു സാർ. ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് മാസം 19 തീയതി ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ മധുവിന്റെ ബോഡി കണ്ടെടുക്കുകയായിരുന്നു സാർ. റേപ്പ് ആൻഡ് മർഡർ. അതിന്റെ FIR കോപ്പിയും ഓട്ടോപ്സി റിപ്പോർട്ടും കയ്യിലുണ്ട് സാർ. കിട്ടിയ എവിഡൻസ് എന്ന് പറയാവുന്നത് ആകെ ഒരു ലോലിപോപ്പ് മാത്രമേ ഉള്ളൂ. കുട്ടികൾ ആരെങ്കിലും കഴിച്ച് കളഞ്ഞതായിരിക്കും എന്ന് കരുതി ഞങ്ങളത് കാര്യമാക്കിയില്ല സാർ. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞു വന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ ആ ലോലിപോപ്പിൽ ഹെറോയിൻ എന്ന മയക്കുമരുന്ന് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് സാർ. സോ മയക്കുമരുന്ന് കലർത്തിയ ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് സാർ. അലക്സ് സർ, ദേവിയുടെ കേസ് നിങ്ങളല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? യെസ് സർ. എനിത്തിങ് അൺയൂഷ്വൽ? ഒരു എവിഡൻസ് കിട്ടിയില്ല സർ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ഫോളോ ചെയ്ത് 2-3 ദിവസം അവന്റെ കസ്റ്റഡിയിൽ വെച്ച് ആ കുട്ടിയെ ടോർച്ചർ ചെയ്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു സർ. ഇനി ഒരാഴ്ചക്കകം ആന്നോ മോനെ ഓടുതുണിയില്ലാതെ ഓടിക്കും ഞാൻ. പോലീസുകാർക്ക് വേറെ പണിയില്ലെന്ന് അവന്റെ വിചാരം. എന്താടാ പറ്റിയോ? വണ്ടിയുടെ ആക്സിൽ കേടായിടോ, എടുക്കത്തില്ല. കഴിഞ്ഞ മാസമല്ല ആക്സിൽ പൊട്ടിയത് ബില്ലിട്ടത്. അതെ അതെ, അതിന്ന് ഒരു 1000 ചെലവ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ മൊത്തം അടിച്ചു മാറ്റിയില്ലേ? ശരി, ഇറങ്ങി വാ. അതെ മോളെ, വണ്ടി ഇനി പോവില്ല. വീട് അടുത്തല്ലേ ഉള്ളത്, നമുക്ക് നടന്നു പോവാം. നല്ല കുട്ടിയാ. അതെ മോളെ, ആ ബാഗ് ഇതാ, ഞാൻ എടുത്തോണ്ട് വരാം. ഒന്നും വേണ്ട. എന്നാ ശരി, ഞാൻ നിന്നെ എടുത്തോണ്ട് നടക്കട്ടെ. അങ്കിൾ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല, എനിക്ക് നന്നായിട്ട് നടക്കാൻ അറിയാം. എന്റെ സെൽഫോൺ ഇങ്ങ് താ. അത് നിന്റെ അമ്മ എടുത്തേ ഞാൻ കൊടുക്കൂ. വാ. ഹലോ, ആള് കാണിക്കാനേ പറ്റുള്ളൂ, അതിനാണ് കാശ് തരുന്നത്. പൊക്കുന്നൊക്കെ നിങ്ങളുടെ പണിയാ. വാ മോളെ. അങ്കിൾ, ഞാൻ തന്നെ പോയിക്കോളാം. നോക്കി പോവോ? ശരി, ഓക്കെ, ചെല്ല്. അങ്കിൾ, എന്റെ ഫോൺ. സർ, സൈബർ ആക്കറോട് വരാൻ പറഞ്ഞിരുന്നു. സർ. ഹലോ ശ്രീനിവാസൻ. ചില CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതിലുള്ള കണ്ടന്റ് നിങ്ങളൊന്ന് റിക്കവർ ചെയ്ത് തരണം. ഷുവർ സർ. ഗോ ഹെഡ്. താങ്ക് യു. ജാൻ, ജാൻ, വാച്ച്മാൻ, വാച്ച്മാൻ, ഐഷുവിനെ കണ്ടായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കുവായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ.
സ്കൂൾ വാനും ഇങ്ങോട്ടെങ്ങും വന്നില്ലല്ലോ. നിങ്ങൾ ഡോക്ടറാണ് ലാസ്റ്റ് സ്റ്റോപ്പ് മാഡം. അതിനു മുമ്പുള്ള സ്റ്റുഡൻസിലേക്ക് വീട്ടിലേക്ക് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? അന്വേഷിച്ചിരുന്നു സർ. സ്റ്റുഡന്റിന്റെ പേര് വീണ. ആ കുട്ടി ഇറങ്ങി പോകുന്നത് വരെ ഐശ്വര്യ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് അന്വേഷിച്ചായിരുന്നോ മാഡം? അന്വേഷിച്ചതാ സർ. അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. ഞങ്ങളുടെ സ്ട്രീറ്റിലെ വാച്ച്മാൻ അവളുടെ സ്കൂൾ വാൻ വന്നിട്ടേ ഇല്ലെന്നാ പറയുന്നത്. കുട്ടികളെ ഡ്രോപ്പ് ചെയ്ത എല്ലാ വണ്ടിയും വന്നു സാർ. പക്ഷെ ആ റൂട്ടിലെ വണ്ടി മാത്രം വന്നില്ല സാർ. ഡ്രൈവർ ദാമുവെ വിളിച്ച സ്വിച്ച് ഓഫ് ആണ് സാർ. ഡ്രൈവറിന് വീട് അറിയാമോ? അറിയാം സാർ. ചേച്ചി, ഇവിടെ ഡ്രൈവർ ദാമുവിന്റെ വീട് എവിടെയാ? ഇവിടെ മേലെ 2ാമത്തെ നിലയിലാ. എടാ വേഗം ഔട്ട്. പണം വാങ്ങിച്ച് സ്ഥലം കാലിയാക്കാൻ നോക്കാം. അയ്യോ, പൂട്ടിയിരിക്കുകയാണല്ലോ. ചേച്ചി, ഡ്രൈവർ ദാമുവിനെ കണ്ടായിരുന്നോ? വീട് പൂട്ടിയിരിക്കുന്നു. എന്താ കാര്യം അറിയില്ല മോനെ. നാട്ടിലേക്ക് പോവാണെന്നാ പറഞ്ഞു. നാട്ടിൽ അമ്മമ്മ മരിച്ചു കിടക്കാ. കൊണ്ട് ദയിപ്പിക്കാൻ ആളില്ലെന്നാ. അതാ പെട്ടെന്ന് പോന്ന്. ഹലോ, എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു സർ. നമ്മള് പോലീസിനെ ബന്ധപ്പെടുന്നതാണ് നല്ലത്. നിങ്ങൊന്ന് ക്ഷമിക്കേ. അവിടെ ഇരിക്കേ. അലക്സ്, അവിടെ എന്താ പ്രശ്നം നോക്കിയേ. മാഡം ഇരിക്കേ. എന്ത് പറ്റി? സാറേ, കൊച്ചിനെ കാണാനില്ല. സാർ, ബേബി മിസ്സിംഗ് കേസാണ് സാർ. മാഡം ദയവ് ചെയ്ത് ഇരിക്കാനാ പറഞ്ഞേ. മാഡം പ്ലീസ് കാം ഡൗൺ. ആദ്യം ഒന്ന് ഇരിക്കേ. ചേരട്. കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു മേടിച്ചപ്പോ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു? ദേഷ്യമോ സങ്കടമോ അങ്ങനെ വല്ലതും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെയൊന്നുമില്ല സാർ. സാർ, കാരണം നിങ്ങൾ എവിടെയാ? ഉടൻ തന്നെ മാധവ് സ്കൂളിലേക്ക് പോകും. CCTV ഫുട്ടേജ് കളക്ട് ചെയ്തിട്ട് എന്റെ ലൈനിൽ വരൂ. നിങ്ങളുടെ വീട്ടില് CCTV ക്യാമറ ഉണ്ടോ? കുട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോന്ന് CCTV നോക്കി അറിയില്ല നിങ്ങൾക്ക്? ഇപ്പോൾ ഉള്ള ടെക്നോളജിയിൽ ഇതൊക്കെ ഫോണിൽ തന്നെ നോക്കാലോ. നിങ്ങളുടെ ഫോൺ ഒന്ന് കാണിച്ചു തരൂ. കണക്റ്റഡ് അല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ സർ. മാഡം, നിങ്ങളുടെ വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലേ? പ്ലാൻ കട്ടായിട്ട് 8 ദിവസമായി സർ. സർ, ഇന്റർനെറ്റ് ഡിസ്കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ടോട്ടൽ CCTV ഫുട്ടേജും ഹാർഡ് ഡ്രൈവിലായിരിക്കും സ്റ്റോർ ആയിട്ടുണ്ടാവുക. എന്നാ ശരി, നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം.